അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ CPM സംസ്ഥാന സമ്മേളന വേദിയിലെത്തി M. മുകേഷ് MLA. ജോലി സംബന്ധമായ തിരക്കുകൾ കാരണമാണ് 2 ദിവസം മാറി നിന്നതെന്നും മുൻകൂട്ടി പാർട്ടിയെ അറിയിച്ചിരുന്നതുമാണ് വിശദീകരണം. മാധ്യമങ്ങൾക്കുള്ള കരുതലിനെ നന്ദിയെന്നും മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ നൽകുന്ന സ്നേഹത്തിന് നന്ദി. സമ്മേളനത്തിന്റെ രീതി അറിയാത്തതുകൊണ്ടാണ് എന്റെ അസാന്നിധ്യം ചർച്ചയായത്. സമ്മേളനത്തിന് എത്തുന്നത് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ്, ഞാൻ പ്രതിനിധിയല്ല. അതുകൊണ്ട് സമ്മേളനത്തിന് എത്തുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ ലോഗോ പ്രകാശനം, അതിനോടൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവയിലെല്ലാം താൻ പങ്കെടുത്തിരുന്നുവെന്നും മുകേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്ത് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാളുണ്ട് സമ്മേളനത്തിന് പോകുന്നില്ല. ഞാൻ പറഞ്ഞു പുയ്യപ്പള്ളിയിലെ ഞാൻ പറഞ്ഞു എന്താണ് ലണ്ടനിൽ ജോലി ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം, അതുകൊണ്ട് ജീവിതമാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓമാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാൻ. പിന്നെ ഇനി ഒരു കാര്യമുണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂറിലാണ്. ഏപ്രിൽ 22 മുതൽ MLA മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ്. ആ സമയത്ത് വേളം ഉണ്ടാക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടി MLA ആയ മുകേഷ് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. കൊല്ലം MLA എന്ന നിലയിൽ മുഖ്യ സംഘാടകരിൽ ഒരാൾ ആവേണ്ടയാളായിരുന്നു മുകേഷ്. സംസ്ഥാന സമ്മേളന പ്രതിനിധിയല്ലെങ്കിലും ഉദ്ഘാടന സെഷനിൽ മുകേഷിനെ പങ്കെടുക്കാമായിരുന്നു. എന്നാൽ ലൈംഗിക ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മുകേഷിനെ പാർട്ടി മാറ്റി നിർത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് വലിയ ചർച്ചയായപ്പോഴാണ് പാർട്ടി ഇടപെട്ട് മുകേഷിനോട് കൊല്ലത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നതായാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്നാൽ ഇക്കാര്യം കൊല്ലത്തെ CPM നേതാക്കൾ ആരും സ്ഥിരീകരിച്ചില്ല. മുകേഷിനെ പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുകേഷ് എവിടെയെന്ന് നിങ്ങൾ തിരക്കിയാൽ മതിയെന്നായിരുന്നു സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അറിയില്ല, അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വേഗം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങളുടെ ആടെ പോയി, 2ാമത്തെ ആളവിടെ പോയി, 4ാമത് കുഞ്ഞിരാമനോടെയാ പോയത്, 4ാമനോടെയാ പോയി. MLA കാണുന്നില്ല, നോക്കിയാൽ മതി എവിടെയായിരുന്നു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനമല്ലേ ഉള്ളൂ. വെറുതെ വേണ്ടാന്ന് ഓരോ ചോദിക്കും. അതേന്ന് അതുകൊണ്ടെന്താ കുഴപ്പം? പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നമ്മുടെ പാർട്ടി MLA മാരും വന്നിട്ടുണ്ടോ? ജനങ്ങളല്ല, നിങ്ങൾ ചോദിക്കുന്നതാണ്. ജനങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. സമ്മേളനത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ വന്നില്ല നോക്കിയിട്ടാ. മുകേഷിനെ പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. മുകേഷിനെ പറ്റി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് തുടർന്ന് കൊണ്ടുപോവാണ്. MLA രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു. രാജിവെച്ചാൽ എന്തിനു വേണ്ടിയാണ് രാജിവെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജിവെക്കുന്നത് എന്താ പറഞ്ഞത്, ഓർമ്മയിട്ടാ പറഞ്ഞത് എന്താന്ന്? നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കില്ല. ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് പറയാലോ, നിങ്ങളല്ലേ പറഞ്ഞു. ഞാൻ പറയും പിന്നെ ഞാൻ പറയാൻ പോകാതല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.